പുരുഷനില്ലാത്ത ചാരിത്രം ഒരു സ്ത്രീക്ക് വേണ്ടാന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ മകളെ ബലാത്സംഗം ചെയ്യണം എന്നൊരു ആഹ്വാനം വരെ നേരിട്ടിട്ടുള്ള ആളാണ്. ഫിസിക്കലായിട്ടുള്ള ആക്രമണങ്ങളും ഞാൻ നേരിട്ടിട്ടുണ്ട്. എന്നെ പണ്ട് ബോംബ് എറിഞ്ഞിട്ടുണ്ട്. എനിക്ക് 14 സർജറി കഴിഞ്ഞിട്ടുണ്ട്. അവരോട് ആരോടും തന്നെ ഇന്ന് വരെ വ്യക്തിപരമായ ഒരു പകരം വീട്ടലിന് ഞാൻ മുതിർന്നിട്ടില്ല. എൻ്റെ മകളെ ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആളെ അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നാട്ടിൽ. ഭയപ്പെടാറുണ്ടോ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല. ഏറ്റവും ആത്മാർത്ഥമായിട്ടാണോ പറയുന്നത്? 100% സൂക്ഷിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു വിവരാവകാശ അപേക്ഷ വന്ന് എൻ്റെ കൂടെ എത്ര അംഗരക്ഷകരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റാത്തൊരു ഇൻഫർമേഷനാണ്. എൻ്റെ കൂടെ എത്ര അംഗരക്ഷകരുണ്ടെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ആളെ കൂടുതൽ കൂട്ടിക്കൊണ്ടുവന്നിട്ട് എന്നെ ഹനിക്കാൻ ശ്രമിക്കാമെന്നുള്ളതാണ് അതിൻ്റെ വ്യംഗ്യം. കണ്ണൂർ സ്ക്വാഡ് വന്നു. കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്നത് അത് ഞാൻ 2007 ഉണ്ടാക്കിയ ഒരു സ്ക്വാഡിനെ അധികരിച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു കഥയാണ്. അവർ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ ഒരു ഏട് മാത്രം എടുത്ത് അതിനെ സിനിമാറ്റിക് ആക്കി മാറ്റിയതാണ് സിനിമയാവുന്നത്. അതിനകത്ത് ജനങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നായകൻ എല്ലാവരും ഒറ്റയ്ക്ക് അടിച്ചിടുന്നതാണ്. അത് നമ്മുടെ നായകർക്ക് മാത്രം മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും അല്ലെങ്കിൽ സൂര്യയ്ക്കും ഒക്കെ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം. ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യരാണ്. നമ്മൾക്ക് കൃത്യമായി സേനയിൽ നിന്നുള്ള നിഷ്കർഷ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിവൃത്തി ഉണ്ടെങ്കിൽ ഷൈൻ ചെയ്യരുത്. ഷൈൻ ചെയ്യാന്ന് പറഞ്ഞതിന്റെ മാസ് പരിപാടികൾ വേണ്ട. ആയുധം പ്രയോഗിക്കാതെ ബലം പ്രയോഗിക്കാതെ നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം ബലം പ്രയോഗിക്കേണ്ട സാഹചര്യത്തിൽ ഊന്നി വേണം നമ്മുടെ ഔദ്യോഗിക പ്രവർത്തനങ്ങൾ. പട്ടാളത്തിനും പാരാമിലിറ്ററി ഫോഴ്സിനും ഒരു പ്രഖ്യാപിത ശത്രുവുണ്ട്. പോലീസുകാർക്ക് ശത്രുക്കളില്ല. കുറ്റകൃത്യം ചെയ്തിട്ട് അയാൾ സ്വയം കുത്തിച്ചാവാൻ നോക്കിയാൽ അത് നോക്കി നിൽക്കുന്ന പോലീസുകാരൻ്റെ പേരിൽ ആക്ഷൻ എടുക്കേണ്ടി വരും. കാരണം ആ ജീവനും സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യതപ്പെട്ടവരാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു കുറ്റകൃത്യം ബലാത്സംഗത്തിൽ നടക്കുന്നുണ്ടാവും. ബലാത്സംഗം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ആക്രമിക്കുകയാണ്. ആ ആക്രമണത്തിനപ്പുറത്തേക്ക് അതിനൊരു പതിത്വം കൽപ്പിക്കുന്ന സമൂഹം യഥാർത്ഥത്തിൽ ഒരു സ്ത്രീവിരുദ്ധ നിലപാടാണ് എടുക്കുന്നത്. എൻ്റെ മകളെ ബലാത്സംഗം ചെയ്യാൻ ആഹ്വാനം ചെയ്ത ഒരു വ്യക്തി നടപടി വന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന് പോലീസ് ഉദ്യോഗസ്ഥരെന്നെ വിളിച്ച് പറഞ്ഞു, അദ്ദേഹത്തിനെ സാറിന് മുമ്പിൽ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീജിത്ത് IPS ആണ് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഈ ഗൗതം വാസുദേവ മേനോൻ എന്നുള്ള ഒരു തമിഴ് ഡയറക്ടറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് പോലീസ് സ്റ്റോറീസ് ഉണ്ട്. ഇപ്പോൾ വേട്ടയാട് വിളയാട്, കാക്ക, എന്നെ അറിന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് അദ്ദേഹം പലപ്പോഴും റെഫറൻസ് എടുക്കാറ് യഥാർത്ഥ പോലീസ് ഓഫീസേഴ്സിൻ്റെ ജീവിതത്തിൽ നിന്നാണ്. പോലീസ് ഓഫീസേഴ്സിൻ്റെ പേഴ്സണൽ ലൈഫ് കൂടി അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പ്രതിപാദിക്കാറുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പലപ്പോഴും ഈ അവരുടെ ഫാമിലി ലൈഫ് കാണിക്കുമ്പോൾ ഈ ഫാമിലിക്ക് വരുന്ന ത്രെഡ് കോൾസ് ഒക്കെ ഏറെക്കുറെ ഒറിജിനലി ക്രിമിനൽസ് പറഞ്ഞ വാചകങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഈ കക്ക എന്നുള്ള സിനിമയുടെ അകത്ത് സൂര്യയുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറിന് വരുന്ന കോൾ ഇങ്ങനെയാണ്. അതായത്, ഇന്ന് വൈകുന്നേരം നിന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരില്ല, നിന്നെ ഞങ്ങൾ വെള്ളസാരി ഉടുപ്പിക്കും, നീ കണ്ടോ. വേറൊരു പോലീസ് ഓഫീസറിന് വരുന്ന കോള്, നിന്റെ മകളെ അടക്കാൻ വേണ്ടി ഞങ്ങളൊരു കുഞ്ഞു ശവപ്പെട്ടി കൊടുത്തയക്കുന്നുണ്ട്, അത് വേണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനോട്, അതായത് പോലീസിനോട് ഈ വിധത്തിൽ പെരുമാറാൻ പറയാം. അപ്പം ഒരു പോലീസ് ഓഫീസർ ഈ ഫോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മെന്റൽ ഹെൽത്ത് മാത്രമല്ല, അവരെ ചുറ്റപ്പെട്ടിട്ടുള്ള ആളുകളുടെ മെന്റൽ ഹെൽത്തും കൂടി ബാധിക്കുന്നുണ്ട്. ഇതിനെ റിയൽ ലൈഫിൽ എങ്ങനെയാണ് ടാക്കിൾ ചെയ്തിട്ടുള്ള ഇത്രയും കാലത്തിന്റെ ഇടയിൽ? ഇതിൽ വരുന്ന ഒരു 95% ഭീഷണികളും വെറുതെയാണെന്നുള്ളതാണ്. അത് ഒരു അങ്ങനെ വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ. എൻ്റെ മകളെ ബലാത്സംഗം ചെയ്യണം എന്നൊരു ആഹ്വാനം വരെ നേരിട്ടിട്ടുള്ള ആളാണ് ഞാൻ. എന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് സാധാരണയാണ്. കൊല്ലും, പിന്നെ അരിഞ്ഞു കളയും, അതൊക്കെ സാധാരണയാണ്. എനിക്ക് വളരെ യുണീക്കായിട്ടുള്ള വളരെ പ്രത്യേകമായിട്ടുള്ളൊരു ഒരു ഭീഷണി എനിക്ക് വന്നത്, എൻ്റെ മകളെ ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആളെ അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നാട്ടിൽ. അപ്പം അതിനകത്ത് ഒന്നും ചകിതനാകാൻ പാടില്ല എന്നുള്ളതാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചോളം അടിസ്ഥാനപരമായ ബേസിക് ട്രെയിനിങ്ങിൽ നമ്മൾ പഠിക്കുന്നതാണ്. നമ്മൾ പോലീസ് ഫോഴ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ പോലീസ് ഫോഴ്സിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പം കൊല്ലും, ഇല്ലാതാക്കി കളയും, തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണികൾ പോലീസുകാർക്ക് വളരെ സ്വാഭാവികമായിട്ട് സ്ഥിരം വരുന്ന പല രീതിയിൽ വരാറുണ്ട്. കേരളത്തിൽ അത് തുലവും കുറവാണെന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. കേരളത്തിൽ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന കുറവാണ്. എന്നാലും കേരളത്തിലും ഉണ്ട്. പോലീസിൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ദിവസം 2 പേര് നമ്മളടുത്ത് വന്നാൽ, ഒരു പെറ്റീഷണർ വന്നാൽ ഒരു കൗണ്ടർ പെറ്റീഷൻ ഉണ്ടാവും, അതിനെതിരായിട്ടുള്ള ഒരു ആളുണ്ടാവും. ഇതിൽ ഒരാളെ നമ്മുടെ സുഹൃത്തായിട്ട് മടങ്ങുന്നുള്ളൂ. കാരണം എന്തായാലും നീതി ന്യായം ഒരു ഭാഗത്തല്ലേ കാണുള്ളൂ. 2 ഭാഗത്ത് 2 അഭിപ്രായമുള്ളതുകൊണ്ട് ഒരു ഭാഗത്തായിരിക്കും നീതിയും സത്യവും ഉണ്ടാവുക. ആ പക്ഷം പോലീസുകാരൻ പിടിച്ചാൽ മറുഭാഗം പോലീസുകാരൻ്റെ ശത്രുവാകുകയാണ്. അതിലൊരു 100 പേരുണ്ടെങ്കിൽ 90 പേര്
പോലീസിനെ ഭയന്നിട്ടോ ദൈവത്തെ ഭയന്നിട്ടോ നിയമത്തെ ഭയന്നിട്ടോ മിണ്ടാതിരിക്കുമെങ്കിൽ ഒരു 10 പേര് നമ്മളെ ഭീഷണിപ്പെടുത്താൻ കാണുമെന്ന് നമ്മളെപ്പോഴും കണക്ക് കൂട്ടണം. അത് ഈ ജോലിയുടെ ഭാഗമാണ്. അത് ജോലിയുടെ ഭാഗമാണെന്ന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ജോലിയിൽ കയറി കഴിയുമ്പോൾ. അപ്പം നമ്മൾ ഭയപ്പെടാറുണ്ടോ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇല്ല. ഇത് ഏറ്റവും ആത്മാർത്ഥമായിട്ടാണോ പറയുന്നത്? 100% സൂക്ഷിക്കാറുണ്ട്. പക്ഷേ ജാഗ്രത ഉണ്ടാവാറുണ്ട് തീർച്ചയായിട്ടും. നമ്മളിപ്പം കാരണം ഇനി അതിനകത്ത് വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ജാഗ്രത ഉണ്ടാവണം എന്നുള്ളത് നമ്മളുടെ സേന തന്നെ നമ്മൾ നിഷ്കർഷിക്കുകയാണ്. നമ്മൾ ഈ പിന്നെ മേലുദ്യോഗസ്ഥർ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വിവരാവകാശ അപേക്ഷ വന്നു. എന്നെക്കുറിച്ച് തന്നെയാണ് വന്നത്. എൻ്റെ കൂടെ എത്ര അംഗരക്ഷകരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റാത്തൊരു ഇൻഫർമേഷനാണ്. എൻ്റെ കൂടെ എത്ര അംഗരക്ഷകരുണ്ടെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ആളെ കൂടുതൽ കൂട്ടിക്കൊണ്ടുവന്നിട്ട് തന്നെ ഹനിക്കാൻ ശ്രമിക്കാമെന്നുള്ളതാണ് അതിൻ്റെ വ്യംഗ്യം. നമ്മൾ കൊടുക്കാറില്ല. അത് വിവരാവകാശത്തിൻ്റെ പരിധി വരുന്നതല്ല, ദേശസുരക്ഷയുടെ പിന്നെ ഉദ്യോഗസ്ഥൻ്റെ സുരക്ഷയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മളോട് എപ്പോഴും പറയും, നമ്മൾ ഈ അതിഭാവുകത്തുള്ള സിനിമകൾ കാണുമല്ലോ. ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാക്കയാണെങ്കിലും വേട്ടയാട് വിളയാടൽ ഒക്കെ ആണെങ്കിൽ പോലും അതിനകത്തൊരു ട്രൂ സ്റ്റോറി അതിന്റെ പുറകിലുണ്ടാക്കാം. ഉദാഹരണത്തിന് കണ്ണൂർ സ്ക്വാഡ് വന്നു. കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്നത് അത് ഞാൻ 2007 ഉണ്ടാക്കിയ ഒരു സ്ക്വാഡിനെ അധികരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥയാണ്. അതിനകത്തുള്ള ഒരു ഏടാണ് അവർ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ. ഒരു ഏട് മാത്രം എടുത്ത് അതിനെ സിനിമാറ്റിക് ആക്കി മാറ്റിയതാണ് സിനിമയാവുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിഭാവുകത്വം എന്ന് പറയുന്നത് ഈ സിനിമയിൽ എപ്പോഴും ഉടനീളം കാണിക്കും. അതിനകത്ത് ജനങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നായകൻ എല്ലാവരും ഒറ്റയ്ക്ക് അടിച്ചിടുന്നതാണ്. അത് നമ്മുടെ നായകർക്ക് മാത്രം മമ്മൂട്ടിക്കും മോഹൻലാലിനും സുരേഷ് ഗോപിക്കും അല്ലെങ്കിൽ സൂര്യയ്ക്കും ഒക്കെ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യം. ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യരാണ്, കുറച്ചുകൂടെ ട്രെയിൻഡ് ആയിരിക്കും എന്നുള്ള സത്യമാണ്. നമ്മൾക്ക് കൃത്യമായ സേനയിൽ നിന്നുള്ള നിഷ്കർഷ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പറ്റുമെങ്കിൽ നിവൃത്തിയുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ ഒറ്റയ്ക്ക് പോയി ബഹളം കാണിക്കാൻ നിൽക്കരുത്. കർശനമായ നിർദ്ദേശമാണ്. ആവശ്യത്തിന് ഫോഴ്സിനെയും കൊണ്ടുപോകണം. റയറ്റ് ഗിയർ ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പോലീസ് ചീഫ്, ഇപ്പോഴത്തെ പോലീസ് ചീഫ് രമതാ ചന്ദ്രശേഖർ സാറ് നിരന്തരം പോലീസുകാരുടെ പേരിൽ നടപടിയെടുക്കാൻ, പോലീസുകാരുടെ അടുത്തല്ല നടപടിയെടുക്കാൻ പറയുന്നത്, മേലുദ്യോഗസ്ഥരുടെ പേരിൽ SP മാരുടെ പേരിൽ ഞാൻ തന്നെ പലതവണ പല SP മാർക്കും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മെമ്മോ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്പ്ലനേഷൻ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇന്ന സിറ്റുവേഷനിൽ പോലീസുകാർ റയറ്റ് ഗിയർ ഇട്ടില്ല, എന്തിനാണിത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ, ഇപ്പം ഞാനിപ്പം 30 വർഷം സർവീസ് അനുഭവ പാരമ്പര്യമുള്ള ഒരു ADGP ആണ്. ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ സർക്കാരിന് വരുന്ന നഷ്ടം നമ്മൾ നേരത്തെ പറഞ്ഞിടത്തേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ്. വേറെ IPS ഓഫീസറെ സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിക്കും, ഒരു പുതിയ ആളെ റിക്രൂട്ട് ചെയ്താൽ മതി. പക്ഷെ 30 കൊല്ലം അനുഭവ സമ്പത്തുള്ളൊരു ADGP കിട്ടണമെങ്കിൽ 30 കൊല്ലം ഇനി കാത്തിരിക്കണം. അപ്പം ഓരോ ദിവസവും അനുഭവ സമ്പത്ത് കൂടുന്നതനുസരിച്ചുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നഷ്ടപ്പെടാതെ നോക്കേണ്ടത് രാജ്യത്തിൻ്റെ താല്പര്യത്തിനും സേനയുടെ താല്പര്യത്തിനും വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടാണ് ഞങ്ങളോട് പറയുന്നത് ഈ ഗിമ്മിക്സിന് പോകരുത്. നിവൃത്തി ഉണ്ടെങ്കിൽ ഷൈൻ ചെയ്യരുത്. ഷൈൻ ചെയ്യാന്ന് പറഞ്ഞതിന്റെ മാസ് പരിപാടികൾ വേണ്ട. നമ്മൾ വളരെ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അവിടെ അവസാനിപ്പിക്കുക. മാക്സിമം ബ്ലഡ് ഷെഡ് കുറയ്ക്കണം തന്നെയാണോ പറയാറ്? ബ്ലഡ് ഷെഡിന്റെ ആവശ്യം ഉണ്ടാകരുതെന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിയുമെങ്കിൽ ആ സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കണം. ആയുധം പ്രയോഗിക്കാതെ, ബലം പ്രയോഗിക്കാതെ, നിവൃത്തി ഉണ്ടെങ്കിൽ ബലം പ്രയോഗിക്കാതെ, നിവൃത്തി ഇല്ലെങ്കിൽ മാത്രം ബലം പ്രയോഗിക്കേണ്ട സാഹചര്യത്തിൽ ഊന്നി വേണം നമ്മുടെ ഔദ്യോഗിക പ്രവർത്തനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഭീഷണി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചുള്ളൊരു സാധാരണ സംഭവമാണ്. പോലീസ് ഉദ്യോഗസ്ഥരെ മിക്കവാറും ഏത് പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാലും അവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ ഇങ്ങനെ വന്നിട്ടുണ്ടാകും. അപ്പം ഞാൻ അതിനകത്ത് ഏറ്റവും യുണീക്കായിട്ടുള്ളൊരു ഭീഷണി ഞാൻ നേരിട്ടതാണ് ഇപ്പോൾ പറഞ്ഞത്. കൊല്ലും, തട്ടിക്കളയും, കൈവെട്ടും, കാലുവെട്ടും എന്നൊക്കെ പറയുന്നത് സാധാരണ എല്ലാവരും കേൾക്കാറുള്ള സാധനമാണ്. അതിനകത്ത് നമ്മൾ പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ഇറ്റ്സ് എ ബാറ്റിൽ ഓഫ് വിറ്റ്സ്. നമ്മൾ ഭീഷണിപ്പെടുത്തുന്നവൻ്റെ അടുത്ത് നമ്മൾ പറയണം, നിന്റെ ഭീഷണി എൻ്റെ അടുത്ത് ചിലവാവില്ല, ഞാൻ നിനക്ക് വേണ്ടിയും സമൂഹത്തിലുള്ള ഇതര വ്യക്തികൾക്ക് വേണ്ടി നിയമം നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട നിയമത്തിൻ്റെ ഒരു ഉപാധി മാത്രമാണ്. ഞാനീ പറയുന്ന കാര്യം നിങ്ങൾ അനുസരിക്കുമ്പോൾ പരിഷ്കൃത സമൂഹത്തിലെ സർക്കാരിൻ്റെയും 95% വരുന്ന നിയമാനുസൃതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെയും വിജയമാണ് അവിടെ നടക്കുന്നത്. അല്ലാണ്ട് എൻ്റെ വ്യക്തിപരമായ വിജയമല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ആർജവും പോലീസ് ഉദ്യോഗസ്ഥനുണ്ടാവണം. അവിടെ വികാരം കൊള്ളുകയും നമ്മളിത് ഇങ്ങനെയൊക്കെ ചെയ്തത് എൻ്റെ നേരെയുള്ള വ്യക്തിപരമായ ഒരു അധിക്ഷേപമോ ആക്രമണവുമായി കണക്കാക്കുകയും ചെയ്യുന്നിടത്താണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പരാജയപ്പെടുന്നത്. നമ്മൾ ആ സേനയുടെ ഭാഗമാണ്.
ഈ പോലീസ് എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെ സ്ട്രോങ് ആമാണ്. അപ്പം സർക്കാരിൻ്റെ ഏറ്റവും വ്യക്തവും വ്യതിരിക്തവുമായ ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഒരു ഉപാധിയാണ് പോലീസ്, നിയമോപാധി. അതുകൊണ്ട് തന്നെ എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് ആര് എന്തിനു നേരെ പ്രതിഷേധിച്ചാലും ആ പ്രതിഷേധത്തിൻ്റെ ഏറ്റവും രൂക്ഷമായ ഭാഗം നേരിടേണ്ടി വരുന്നത് പോലീസുകാർക്കാണ്. പോലീസുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യത്തിനായിരിക്കില്ല ചിലപ്പോൾ പ്രതിഷേധം. ഇപ്പം ഞാൻ രസകരമായി പറഞ്ഞാൽ, ഇപ്പം ഇസ്രയേൽ അമേരിക്കയും നടത്തുന്ന യുദ്ധത്തിന് എതിരെയുള്ള പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ആ യുദ്ധം ഉണ്ടാക്കിയവനല്ല ഈ ഇവിടുത്തെ പോലീസുകാരൻ. ആ യുദ്ധത്തിന് ഒരു തരത്തിലുള്ള ഉത്തരവാദി നമ്മളല്ല. റഷ്യ യുക്രൈനെ ആക്രമിച്ചതിന് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ഇസ്രയേൽ ഗാസയിൽ ബോംബിട്ടാലും പ്രതിഷേധം ഉണ്ടാവും. ഈ പ്രതിഷേധം മുഴുവൻ നേരിടുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. ആ പ്രതിഷേധിക്കുന്നവരാരാണ്? പ്രതിഷേധിക്കുന്നത് ഞങ്ങളുടെ സഹോദരങ്ങളാണ്, അല്ലാതെ നമ്മുടെ ശത്രുവല്ല. ഈ പട്ടാളത്തിലെ ജോലിക്കും പോലീസിലെ ജോലിക്കുള്ളൊരു പ്രധാനപ്പെട്ട കാതലായ വ്യത്യാസമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. പട്ടാളത്തിനും പാരാമിലിറ്ററി ഫോഴ്സിനും ഒരു പ്രഖ്യാപിത ശത്രുവുണ്ട്. പോലീസുകാർക്ക് ശത്രുക്കളില്ല. പോലീസിനെ നേരിടുന്ന ഏറ്റവും വലിയ ക്രിമിനൽ പോലും പോലീസ് സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇപ്പം ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് അയാൾ സ്വയം കുത്തിച്ചാവാൻ നോക്കിയാൽ അത് നോക്കി നിൽക്കുന്ന പോലീസുകാരൻ്റെ പേരിൽ ആക്ഷൻ എടുക്കേണ്ടി വരും. കാരണം ആ ജീവനും സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യതപ്പെട്ടവരാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, മകളെ ഇങ്ങനെ ചെയ്യുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ആളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ലോജിക്ക് അങ്ങ് മാറ്റി വെക്കുകയാണ് ഞാൻ. ഈ ഒരു വികാരത്തള്ളിച്ച വരുമല്ലോ പലപ്പോഴും. ഇപ്പോൾ സാധാരണ ഒരു അച്ഛനാണെങ്കിൽ അയാളുടെ മുഖത്തടിക്കണം, അല്ലെങ്കിൽ അയാളെ പോയി അയാളുടെ കോളർ ചുരുട്ടി പിടിച്ച് അസഭ്യം പറയണം, അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ. അല്ലെങ്കിൽ അയാളെ ഒന്ന് ശകാരിക്കണം, ഈ ആമർഷം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടക്കി നിർത്താൻ പറ്റാറുണ്ടോ? ഞാൻ അദ്ദേഹത്തെ കാണണ്ടെന്നാണ് ആവശ്യപ്പെട്ടത്. എനിക്ക് കാണേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ ഊറ്റം എന്ന് പറയുന്നത് എനിക്ക് വ്യക്തിപരമായി ഉണ്ടായിട്ടുള്ള ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫിസിക്കലായിട്ടുള്ള ആക്രമണങ്ങളും ഞാൻ നേരിട്ടിട്ടുണ്ട്. എന്നെ പണ്ട് ബോംബ് എറിഞ്ഞിട്ടുണ്ട്. എനിക്ക് 14 സർജറി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഈ രോഗമില്ലാത്ത തല അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. ആരോടും തന്നെ ഇന്ന് വരെ വ്യക്തിപരമായ ഒരു പകരം വീട്ടലിന് ഞാൻ മുതിർന്നിട്ടില്ല. പിന്നെ നമ്മൾ സംരക്ഷിക്കേണ്ടവരാണ് നമ്മുടെ മക്കൾ എന്ന് കരുതുന്നിടത്താണ് താങ്കൾ പറഞ്ഞ അമർഷം വരുന്നത്. അങ്ങനെ ഞാൻ കരുതിയിട്ടില്ല. ഇന്നും കരുതിയിട്ടില്ല. അതായത് നമ്മുടെ മക്കളായാലും നമ്മുടെ കുടുംബാംഗങ്ങളായാലും ഞാൻ എന്താ പറയുക, ഒരു പരിധിവരെ ഒരു ആത്മീയവാദിയാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അവർ നമ്മളുടെ കൂടെ ജീവിക്കാൻ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ചുമതലയുമായിട്ട് വന്നിരിക്കുകയാണ്. അവർ വേറെ വ്യക്തികളാണ്. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായി പോയതുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു പരിധിവരെ അമർഷത്തിനൊക്കെ എനിക്ക് യോഗ്യത ഉണ്ടായിരുന്നു, അവകാശമുണ്ട്. യോഗ്യതയല്ല, അവകാശം. പോലീസ് ഉദ്യോഗസ്ഥനായി പോയതുകൊണ്ട് വരുന്ന ഏറ്റവും വലിയ പരിമിതി എന്താണെന്ന് വെച്ചാൽ ഇവർക്കെല്ലാവർക്കും, സമൂഹത്തിലുള്ള എല്ലാവർക്കും കിട്ടേണ്ട നീതി നിർവഹണമേ പാടുള്ളൂ എന്നുള്ള നിർബന്ധം ഞാൻ പാലിച്ചേ പറ്റൂ. അപ്പം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലേ, ഇപ്പം എൻ്റെ മകളെ ബലാത്സംഗം ചെയ്യാൻ ആഹ്വാനം ചെയ്ത ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ നേരെയാണ് ഈ നടപടി വന്നത്. നടപടി വന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ എന്നെ വിളിച്ച് പറഞ്ഞു, അദ്ദേഹത്തിനെ സാറിന് മുമ്പിൽ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്ത് അങ്ങനെ ഒരു ആഹ്വാനം കേട്ട് നിൽക്കുന്ന, ഇപ്പം വിഷ്ണുവിനാണ് ഈ അനുഭവം ഉണ്ടായാൽ വിഷ്ണുവിൻ്റെ മുമ്പിൽ ആരും ആ പ്രതിയെ കൊണ്ടുവരാൻ പോകുന്നില്ല. ശരിയാ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ സമൂഹത്തിലുള്ള മറ്റിത്രയും പേർക്ക് കിട്ടാത്ത ആനുകൂല്യം ഞാനങ്ങനെ അവകാശപ്പെടുമ്പോൾ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനല്ലാതായി മാറുകയാണ്. അവിടെ ആ പോലീസ് സേനയിൽ പ്രിവിലേജ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ധാർമ്മികമായി പിന്നെ വേറൊരാളോട് ആ പ്രിവിലേജ് എടുക്കരുത് എന്ന് പറയാനുള്ള അവകാശം ഞാൻ തന്നെ ധ്വംസിക്കുകയാണ്. അത് വേണ്ട. അപ്പം അങ്ങനെയുള്ള പ്രിവിലേജസിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ ഇനി ആഹ്വാനത്തിനപ്പുറത്തേക്ക് ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നിരിക്കട്ടെ. ഞാൻ എൻ്റെ മോളോടും മുമ്പേ പറഞ്ഞിട്ടുണ്ട്, മോളോടും ഭാര്യയോടും എന്നെ ആശ്രയിക്കുന്ന എന്നോട് സ്നേഹമായിട്ട് നിൽക്കുന്ന എല്ലാ സ്ത്രീകളോടും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എനി വയലൻസ് അഗൈൻസ്റ്റ് എനി പേഴ്സൺ ഇസ് ടു ബി ഡിക്രൈഡ്. ഇപ്പം വിഷ്ണുവിനെ ഞാൻ മർദ്ദിച്ചാൽ ആ മർദ്ദനം നിയമത്തിലുള്ളതല്ല, നിയമപ്രകാരമുള്ളതല്ല. നിയമപ്രകാരമുള്ള മർദ്ദനം ഉണ്ടാക്കാം. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ മർദ്ദനത്തിലൂടെ അല്ലാതെ വിഷ്ണു ചെയ്യുന്ന ഒരു കുറ്റകൃത്യം എനിക്ക് തടയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എനിക്ക് മർദ്ദിക്കാം.
അല്ലാതെ ഞാൻ ആരെ തല്ലിയാലും അത് ഒരു മര്യാദാ ലംഘനം എന്ന് പറയുന്നത് എത്തിക്സിൻ്റെ ഭാഗമായിട്ട് നിയമപരമായിട്ട് നിയമവൈരുദ്ധ്യമാണ്, കുറ്റകൃത്യമാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു കുറ്റകൃത്യം ബലാത്സംഗത്തിൽ നടക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഉണ്ടാവാൻ പാടില്ല. ബലാത്സംഗം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ആക്രമിക്കുകയാണ്. ആ ആക്രമണത്തിന് അപ്പുറത്തേക്ക് അതിനൊരു പതിത്വം കൽപ്പിക്കുന്ന സമൂഹം യഥാർത്ഥത്തിൽ ഒരു സ്ത്രീവിരുദ്ധ നിലപാടാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് വയലൻസ് എന്ന് പറയുന്നത് ലോകത്ത് ആർക്കെതിരെ ചെയ്താലും വയലൻസ് ആണ്, അത് ക്രൈമാണ്. അതിന് നിയമപരമായിട്ടുള്ള ബാധ്യതയോടുകൂടി നമ്മൾ മുമ്പോട്ട് പോകണം. എനിക്ക് പരിചയമുള്ള, എൻ്റെ കുടുംബത്തിലെന്ന് ഞാൻ പറഞ്ഞു ഒതുക്കുന്നില്ല, എനിക്ക് പരിചയമുള്ള എല്ലാ സ്ത്രീകളോടും ഞാൻ പറയാറുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളാരും ബലാത്സംഗം ചെയ്യപ്പെടാതിരിക്കട്ടെ. പക്ഷേ ഇന്ത്യയിൽ ഒരു ദിവസം 2014 കണക്ക് വെച്ചിട്ട് 94 ബലാത്സംഗങ്ങൾ നടക്കുന്നുണ്ട് ഒരു ദിവസം. ആ 94 ഇരകൾക്കും കിട്ടാത്ത ഒരു പ്രിവിലേജ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നിങ്ങൾ അതിന് പ്രതികരിക്കുന്നത് നിയമാനുസൃതം മാത്രമായിരിക്കണം. എനിക്ക് വ്യക്തിപരമായ അനുഭവമുള്ള 2-3 കേസുകളുണ്ട്. അതിനകത്ത് ഇങ്ങനെ സെക്ഷൽ വയലൻസിന് ഇരയാക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകളിൽ ചിലരെ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ അനുവാദം ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ എടുക്കുന്നില്ല, പക്ഷേ അദ്ദേഹം വന്ന് കഴിഞ്ഞ് ഞങ്ങളുടെ റിഹാബിലിറ്റേഷൻ പ്രോസസ്സും റീഇൻറ്റഗ്രേഷൻ പ്രോസസ്സും നടന്നു. അത് വളരെ റിസ്ക് എടുത്തിട്ട് ചെയ്തതാണ്. കാരണം എന്ന് വെച്ചാൽ 9 പേരാൽ ലംഘിക്കപ്പെട്ട ഒരു ഇര എന്ന്, അല്ലെങ്കിൽ നമ്മൾ സർവൈവർ. അദ്ദേഹം കുറച്ച് കഴിഞ്ഞു പഠനം പൂർത്തിയാക്കി നിയമബിരുദധാരിയായി. കഴിഞ്ഞ ഒരു ദിവസം എന്നോട് ഒന്ന് പറഞ്ഞു, സാർ എൻ്റെ കഥ എനിക്ക് പറയണം. ഞാൻ പറഞ്ഞു, വേണം സാർ, എൻ്റെ തെറ്റല്ലല്ലോ, എൻ്റെ തെറ്റ് കാരണമല്ലല്ലോ എനിക്കിതൊക്കെ സംഭവിച്ചത്. അദ്ദേഹം എപ്പോഴും ഈ സമൂഹത്തിൽ നിലവിലുണ്ട്. മണിമേഖല എന്ന് പറഞ്ഞൊരു സിനിമാ നിർമ്മാതാവ്, സംവിധായികയും, അവർ വന്ന് എൻ്റെ ഇൻ്റർവ്യൂ വരെ എടുത്തു. അത് ദേശീയ തലത്തിൽ അതൊരു സിനിമയായി. അതിനകത്ത് 4 സ്ത്രീകളുടെ കഥ പറഞ്ഞതിനകത്ത് ഒരു സർവൈവർ ഞങ്ങളുടെ ഈ കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ അടുത്ത് ഹാറ്റ്സ് ഓഫ്. ആ കുട്ടിയുടെ അടുത്ത് എനിക്ക് ഭയങ്കര ബഹുമാനം. ഇപ്പോഴും അദ്ദേഹം ഇവിടെ ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ആ ഒരു നിലപാടായിരിക്കണം നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ വ്യക്തികളും ഇത്തരം സംഭവങ്ങളോട് എടുക്കേണ്ടതെന്ന് ഞാൻ ഉച്ചൈസ്വരം ഉദ്ഘോഷിക്കുകയാണ്. പിന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ കുടുംബത്തുള്ളവരുടെ ബലാത്സംഗത്തിന് ഞാൻ വേറൊരു ടേക്ക് എടുക്കുന്നത്? പറ്റില്ല. അപ്പം എൻ്റെ മകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് ഈ ചാരിത്രം പരിശുദ്ധി അതുമായിട്ടൊന്നും അസോസിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമേ ഇല്ല. പുരുഷനില്ലാത്ത ചാരിത്രം ഒരു സ്ത്രീക്ക് വേണ്ടാന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന, ലിംഗപരമായ സമത്വം എന്ന് പറയുന്നത് സ്ത്രീകളെ ഉദ്ധരിച്ച് ഉണ്ടാക്കേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. മറിച്ച് ലോകത്ത് ഏതെങ്കിലും സ്ത്രീയെ വയലേറ്റ് ചെയ്യുന്നത് ഒരു പുരുഷനാണെങ്കിൽ ആ പുരുഷനെയാണ് നമ്മൾ പറഞ്ഞ് തിരുത്തേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ സർവൈവർ ആയിട്ടുള്ള ആ വ്യക്തി എന്നോട് പറഞ്ഞ, അതിജീവിത ആയിട്ടുള്ള ആ വ്യക്തി എന്നോട് പറഞ്ഞ വാക്ക്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ സാർ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ കഥ പറഞ്ഞുകൂടാ? ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തു. അതൊരു എന്താ പറയുക, ഒരു പൂർണ്ണമായൊരു ഫീച്ചർ ഫിലിം ആയിരുന്നില്ല, എന്നാൽ ഡോക്യുമെൻ്ററി അല്ല, രണ്ടും കൂടെ കലർന്ന്. അതിനകത്ത് പിന്നെ മണിപ്പൂരിൽ ആഫ്സ്പ എന്ന് പറയുന്ന നിയമത്തിനെതിരെ നഗ്നയായി ഓടി പ്രതിഷേധിച്ച ഒരു സ്ത്രീയുടെ ഒരു കഥയൊക്കെ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ജെൻഡർ പൊളിറ്റിക്സിൻ്റെ പ്രതിഷേധത്തിൻ്റെ പ്രതീകമായ വ്യക്തികളെ പ്രൊമോട്ട് ചെയ്യണമെന്നും അവർ വേണം ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് കാരണമാവാനെന്നും വിശ്വസിക്കുന്ന ഞാൻ, എൻ്റെ കുടുംബത്ത് ബലാത്സംഗം എന്ന് പറയുമ്പോൾ ഞാൻ ഭയന്ന് വിഹ്വലനായി എൻ്റെ മക്കളെയെല്ലാം സംരക്ഷിക്കുന്ന ഒരു നിലപാട് എൻ്റെ സ്വാധീനം കൊണ്ട് ചെലുത്തിയാൽ പിന്നെ ഞാൻ എൻ്റെ മുമ്പിൽ ഞാൻ മോശക്കാരനാവും. എനിക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ മോശക്കാരനാവും എന്നുള്ളതൊന്നുമല്ല എൻ്റെ പ്രശ്നം. എനിക്ക് എന്നോടുള്ള ബഹുമാനം കുറയും. ഇപ്പം ഞാൻ കള്ളനാണെന്നും കൊള്ളക്കാരനാണെന്നും ഞാൻ വെറുതെ വാചകടിക്കുന്നവനാണെന്നൊക്കെ പറയുന്നവർ ഒരുപാട് പേര് ഈ ലോകത്ത് കാണാം. അവരുടെ അടുത്തൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അവരെന്തുവേണേ പറഞ്ഞുകൊള്ളട്ടെ. ശരിക്കും എന്നെ ബഹുമാനിക്കുന്നത് കുറയ്ക്കാൻ പറ്റില്ല. എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞതല്ല ഞാനിന്ന് പ്രവർത്തിക്കുന്നത് എന്ന് ഉള്ള ഒരു നിലപാടിലേക്ക് പോയി. മറ്റുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞ കുറേ വാചകങ്ങളുണ്ട്.
ഞാൻ എൻ്റെ മകളോട് നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ വിവാഹം ചെയ്താൽ മതി എന്ന് പറഞ്ഞൊരു സാധനം റീലായിട്ട് ഇറങ്ങി ഒരുപാട് വൈറലായി. അതിൻ്റെ അടിയിൽ വന്ന ഒരുപാട് കമൻസ് ഉണ്ട്. അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ മകളോട് ചോദിക്കുന്നു ചില മക്കൾ, നിൻ്റെ അച്ഛനെ ഞങ്ങൾക്ക് കടം തരുമോ എന്ന് ചോദിച്ചു. അതെന്നെ ഒന്ന് വിജൃംഭിതനാക്കി. പക്ഷേ പല മാതാപിതാക്കളും പറഞ്ഞ വാചകമുണ്ട്, എടോ താൻ IPS കാരാണ്, തൻ്റെ മകളെ രക്ഷിക്കാനായിട്ട് പോലീസുകാരുണ്ടാവും, ഞങ്ങളുടെ മക്കളെ ആരും രക്ഷിക്കും. അപ്പോൾ അവിടെ ചോദിക്കുന്ന ഒരു വിവക്ഷ, ആ വിവക്ഷയോട് ഞാൻ യോജിക്കുന്നില്ല. അതായത് സംരക്ഷിക്കപ്പെടേണ്ടവരാണ് സ്ത്രീകൾ എന്നുള്ള വ്യംഗ്യം അവിടെയുണ്ട്. സംരക്ഷിക്കപ്പെടേണ്ടവരല്ല സ്ത്രീകൾ. പുരുഷന്മാർക്ക് അവകാശപ്പെട്ടത് മാത്രമാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളും സമയങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ സ്ഥലവും സമയവുമൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി മുഴുവൻ തുറന്നിട്ട് കൊടുക്കണമെന്നും ഇത് അവരുടെയും കൂടെ സ്പേസ് ആണെന്ന് അവർ തിരിച്ചറിയണമെന്നും. ഇപ്പം നമ്മൾ നിർഭയ നിശ എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭയമില്ലാതെ സ്ത്രീകൾക്ക് ജീവിക്കാൻ സാധിക്കണമെന്നും മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന സ്ത്രീ മാത്രമാണ് ഉത്തമ സ്ത്രീ എന്ന് കരുതുന്ന ഒരു സമൂഹത്തിൽ നിന്ന്, ആ നോംസിൽ നിന്നും മാറ്റം വരണമെന്നും പുരുഷന് ഇല്ലാത്ത വേണ്ടാത്ത ചാരിത്രം സ്ത്രീക്ക് വേണം എന്ന് ശഠിക്കാൻ പാടില്ല എന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പുരുഷനില്ലാത്ത ചാരിത്രമാണ്. അപ്പം പുരുഷന് എത്ര വേണമെങ്കിലും ആരുടെ കൂടെ വേണമെങ്കിലും സഹശയനം നടത്തിയതിന് ശേഷവും മാന്യത പുലർത്തി ജീവിക്കാനായിട്ടുള്ള സ്പേസ് സമൂഹം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു സ്ത്രീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീ പതിതയാണ്. സമൂഹം മുഴുവൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ കീറി മുറിച്ച് വിശകലനം ചെയ്ത് അപഗ്രഥനം നടത്തി അദ്ദേഹത്തിന് ജഡ്ജ്മെൻ്റലായിട്ട് കാണാനായിട്ടുള്ള പ്രവണത. എന്നിട്ട് ഒരു ഉപദേശവും കൂടെ കൊടുക്കും അത് കഴിഞ്ഞിട്ട്, വിവാഹ കമ്പോളത്തിൽ നിന്റെ വില ഇടിഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു വിവാഹം നമുക്ക് വേണ്ട എന്ന് സമൂഹത്തിലെ എല്ലാ കുഞ്ഞുങ്ങളോടും പ്രായമുള്ളവരോടും പറയാൻ മടിയില്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ മടിയില്ലാത്ത ഞാൻ എങ്ങനെയാണ് എൻ്റെ ഈ സ്ഥാനം കൊണ്ട് എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യയെയും മാത്രം സേഫാക്കുക? അപ്പം അത് സേഫാക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട നിയമപരമായ സംരക്ഷണം കൊടുക്കില്ല എന്നല്ല അർത്ഥം. താങ്കൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അമർഷം ഇല്ല. ആ അമർഷം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള അമർഷം എനിക്കുള്ളൂ. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള അമർഷമേ ഉണ്ടാകാൻ എൻ്റെ കുട്ടികൾക്കും പാടുള്ളൂ. അപ്പം അങ്ങനെ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഇതുവരെ അങ്ങനെ ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നാളെ ഒരു ഭീകരമായ അമർഷം എന്നെ പിടികൂട്ടി എന്നെ ഒരു വെറും മനുഷ്യനാക്കി മാറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. എന്റെ പ്രാർത്ഥന അങ്ങനെ ആകരുതെന്നാണ്. ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ് കൂടി ഉണ്ടല്ലോ സാർ. ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ സപ്ലി ഉണ്ടാവും, ക്യാമ്പസ് പ്ലേസ്മെന്റ് അതുകൊണ്ടാണ് സാധ്യമായിട്ടുണ്ടാവില്ല കുറേ പേർക്ക്. അല്ലെങ്കിൽ ഈ സപ്ലി ക്ലിയർ ചെയ്തിട്ട് ജോലി ചെയ്യാമെന്നുള്ള അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സപ്ലി പഠനത്തിൻ്റെ ഇടയിലുള്ളൊരു 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ ഒരു ഗ്യാപ്പ് വരും. അപ്പോൾ ഒരു PSC കോച്ചിങ്ങിന് അങ്ങോട്ടേക്ക് പോവുകയാണ് ആ ഒരു വർഷക്കാലം. എന്നിട്ട് ഇവർ ചെയ്യുന്ന ജോലി പലപ്പോഴും +2 10ാം ക്ലാസ്സോ വിദ്യാഭ്യാസ യോഗ്യത മാത്രം ആവശ്യപ്പെടുന്ന ഒരു സർക്കാർ ജോലിയാണ്. അപ്പം ഈ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് പഠനം, അതായത് ഒരു പ്രൊഫഷണൽ ആവാൻ വേണ്ടിയിട്ടുള്ള പഠനം, അത് മൊത്തത്തിൽ വൃഥാവിലാവുകയാണല്ലോ ചെയ്യുന്നത്. പക്ഷെ അവര് അതിന് കാരണമായിട്ട് പറയുന്നത് പലപ്പോഴും വിവാഹം കഴിക്കാൻ സർക്കാർ ജോലി ആവശ്യമാണ്, സമൂഹത്തിൽ സ്റ്റാറ്റസ്, എന്താ ചെയ്യുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. പിന്നെ അവിടെ നിന്ന് അപ്പുറത്തേക്ക് അങ്ങോട്ടേക്ക് ചോദ്യങ്ങളില്ല, ഇതിന്റെ ഒരു ലോഞ്ചിവിറ്റി എന്താണെന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ല. ഈ സുരക്ഷിതത്വം ശരിക്കും ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അപകടമല്ലേ? അപകടം ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഈ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസ് സമൂഹത്തിന്റെ പബ്ലിക് എക്സ്ചക്കറുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തിയ പൈസ അത് തിരിച്ചു പിടിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സമൂഹം പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ ഈ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. പിന്നെ ഒരു ശരാശരി വാചകം മലയാളിയെക്കുറിച്ച്, മലയാളി എക്സെൽസ് ഇൻ മീഡിയോക്രിറ്റി എന്നാണ്. എന്ന് പറഞ്ഞാൽ ശരാശരി വ്യാപാരങ്ങളിലും ശരാശരി വ്യവഹാരങ്ങളിലും ശരാശരി ജോലികളിലും മലയാളി അവൻ്റെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പം പട്ടാളത്തിൽ നമുക്ക് ഒരുപാട് മലയാളികളെ കാണാം. മലയാളി ഓഫീസേഴ്സ് തുലവും കുറവായിരുന്നു, ഇപ്പൊ കൂടി വരുന്നുണ്ട്. അത് ശുഭോദർക്കമാണ്, നല്ല കാര്യമാണ്. സിവിൽ സർവീസ് എടുത്താലും ഞങ്ങളൊക്കെ സിവിൽ സർവീസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് മലയാളികൾ തുലവും കുറവായിരുന്നു. ഇപ്പം എണ്ണം കൂടി വരുന്നുണ്ട്. മലയാളികൾ എത്ര പേർക്ക് ഇപ്പോൾ സിവിൽ സർവീസ് കിട്ടിയെന്ന ഓരോ സിവിൽ സർവീസ് റിസൾട്ട് വരുമ്പോഴും അത് വ്യക്തമായ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് മുമ്പിൽ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ അത് ഇപ്പോൾ അടുത്ത കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവ വികാസമാണ്. ഇത്രയും കാലത്ത് നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ മലയാളികൾ ശരാശരി ജോലികളിൽ വ്യാപൃതരാവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഒരു വലിയ പ്രഹേളികയായിട്ട് മലയാളി സമൂഹത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് സെക്യൂർ ആവുക. ഇപ്പോഴും അനിശ്ചിതമായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള മലയാളിയുടെ ശരാശരി ചിന്ത.
അത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കുറയ്ക്കുന്നു, റിസ്ക് എടുക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഇല്ലാതാക്കുന്നു. നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ എൻജിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് സപ്ലി എഴുതുന്ന പീരീഡിനകത്ത് PSC കോച്ചിങ്ങിന് പോയി ക്ലർക്ക് ജോലിക്ക് പോകുന്നാൽ ഈ എൻജിനീയറിംഗിന് വേണ്ടി, എൻജിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് വേണ്ടി പബ്ലിക് എക്സ്ചക്കറിൽ നിന്ന് ഈ വ്യക്തി സ്വീകരിച്ചിട്ടുള്ള എല്ലാത്തരം സബ്സിഡികളും, ഒരുപാട് സബ്സിഡികൾ ഓരോ വിദ്യാഭ്യാസത്തിനും ഒരു വിഷയം പഠിക്കാനായിട്ട് ഒരുപാട് സബ്സിഡി നമ്മൾ വാങ്ങുന്നുണ്ടെന്ന് അറിയാതെയാണ് നമ്മൾ വിദ്യാർത്ഥികൾ പലപ്പോഴും പഠിക്കുന്നത്. ഈ ഗ്രാൻഡ് പോലെയൊക്കെയുള്ള ഈ ഗ്രാൻഡ് എന്നല്ല, വേണ്ട, നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയാം. പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ പഠന സമ്പ്രദായം എന്താണെന്ന് പരിശോധിക്കാം. ഫ്രഞ്ച് പഠിക്കാനായിട്ട് ഫ്രാൻസിൽ നിന്ന് ട്യൂട്ടറെ വരുത്തും, ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു ഇംഗ്ലീഷ് ട്യൂട്ടറെ വരുത്തും. ഓരോ വിഷയത്തിലും അതിൽ വളരെ വിശാരദന്മാരായി കഴിവുള്ള പണ്ഡിതന്മാരായ ആൾക്കാരെ കൊണ്ടുവന്ന് വീട്ടിലിരുത്തി പഠിപ്പിക്കാനായിട്ട് എടുക്കുന്ന ചെലവ് എന്താണ് എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ. ഈ ചെലവ് മുഴുവൻ സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ടും സർക്കാർ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളിലൂടെയും അവിടെ ഇവർക്ക് കൊടുക്കുന്ന ശമ്പളങ്ങളിലൂടെയും പരിഹൃതമാവുകയാണ്. അങ്ങനെ പരിഹൃതമായി സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ് നമുക്ക് കിട്ടുന്നത്. അതിന് വേണ്ടി വരുന്ന ചിലവ് നിസ്സാരമാണ്. ഇതിന് ആക്ച്വലി വേണ്ടി വരുന്നൊരു ചിലവ് നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ പണ്ഡിതനെയും കൊണ്ടുവന്ന് നമ്മൾ നേരിട്ട് പഠിക്കാനായിട്ട് എടുക്കുന്ന അതിന് വേണ്ടി വരുന്ന ചിലവും ആക്ച്വലി ശരാശരി ആയിട്ട് യഥാർത്ഥത്തിൽ വരുന്ന ചിലവും തമ്മിൽ തട്ടിച്ച് നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ യഥാർത്ഥത്തിൽ മലയാളിയായിട്ടുള്ളൊരു വിദ്യാർത്ഥി കേരളത്തിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സമൂഹത്തിൽ ഇതര വ്യക്തികളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഒരുപാട് ടാക്സ് പേയേഴ്സിൻ്റെ പൈസയാണ് എക്സ്ചക്കറുടെ പൈസയായിട്ട് വരുന്നത്. അതെല്ലാം സ്വീകരിച്ചതിന് ശേഷം തിരിച്ചു കൊടുക്കുന്നതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ജോബ് സെക്യൂരിറ്റി വേണം, എളുപ്പം വിവാഹം കഴിക്കണം. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് വിവാഹം കഴിക്കണം, വിവാഹ കമ്പോളത്തിൽ എനിക്ക് ഉണ്ടാവണമെങ്കിൽ എനിക്ക് സെക്യൂർ ആയിട്ടൊരു ജോലി എത്രയും പെട്ടെന്ന് കിട്ടണം എന്ന് പറഞ്ഞ് നമ്മൾ താരതമ്യേന ഒരു ശരാശരി ജോലിയിലേക്ക് ഒതുങ്ങാൻ തീരുമാനിക്കുമ്പോൾ പോലീസുകാർക്ക് തന്നെ എന്താ പറയുക, പോലീസുകാരിൽ ഒരുപാട് പേര് പോസ്റ്റ് ഗ്രാജുവേറ്റ്സും LLBയും MBA ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർ പോലീസിൽ സാധാരണ പോലീസുകാരായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ പോലീസുകാരന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ആൾക്കാർ മാത്രം പോലീസിൽ വരികയും അതിനേക്കാൾ ഉന്നത വിദ്യാഭ്യാസം കിട്ടുന്നവർ അതിനനുസരിച്ചുള്ള ജോലികളിലേക്ക് വ്യാപൃതരാകുകയും ചെയ്യുന്നതാണ് ഒരു ഉത്തമ സമൂഹത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, നമുക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതനുസരിച്ചുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ തുലവും കുറവായിരിക്കും. പക്ഷേ എന്നാലും എല്ലാവരുടെയും യത്നവും പ്രയത്നവും അതിനു വേണ്ടി ആയിരിക്കണം. നമുക്കൊരു എഞ്ചിനീയറിംഗ് കഴിയുന്ന ഒരാൾക്ക് എഞ്ചിനീയറായിട്ട് നമുക്ക് PWDയിലോ അല്ലെങ്കിൽ ഒരു സർക്കാർ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ ഉയർന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലോ തന്നെ ജോലി കിട്ടണം എന്ന് നിർബന്ധം പിടിക്കാതെ അദ്ദേഹത്തിൻ്റെ ആ കഴിവ് വെച്ച് ഒരു പരിധി വിട്ട് എക്സൽ ചെയ്യാൻ സാധിച്ചാൽ അദ്ദേഹത്തിൻ്റെതായ തനത് മേഖലകളിൽ അദ്ദേഹത്തിന് അംഗീകാരം കിട്ടുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ അദ്ദേഹത്തിന് വ്യാപൃതനാകാൻ പറ്റുമെന്നാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. അപ്പം അതിനുള്ളൊരു യത്നത്തിന് പോലും മുതിരാതെ എത്രയും പെട്ടെന്ന് കിട്ടുന്ന ഏതെങ്കിലും ശരാശരി പ്രവൃത്തിയിൽ വ്യാപൃതരാകാൻ ശ്രമിക്കുന്ന മലയാളിയെ കുറിച്ച് പറയുന്ന വാചകമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മലയാളി എക്സൽസ് ഇൻ മീഡിയോക്രിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് മനസ്സമാധാനവും സുഖവും സൗകര്യവും ഒക്കെ തൽക്കാലത്തേക്ക് തരുമെങ്കിലും ആത്യന്തികമായിട്ട് നമ്മുടെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സെൽഫ് ആക്ച്വലൈസേഷൻ, എൻ്റെ പൊട്ടൻഷ്യൽ മുഴുവൻ ഞാൻ പൂർത്തീകരിച്ചോ എന്നുള്ള ചോദ്യം നാളെ വരുമ്പോൾ നമുക്കവിടെ നിരാശ, പൂർണ്ണമായ തൃപ്തിയില്ലായ്മ, സന്തുഷ്ടിയില്ലായ്മ, നമ്മൾ എത്തേണ്ടടുത്ത് എത്തിയില്ല എന്നുള്ള ചിന്ത, ഇതെല്ലാം നമ്മളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇന്നലെ നാളെ ഗ്രസിക്കും. അതിൻ്റെ കൂട്ടത്തിലാണ് സമൂഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വേസ്റ്റ് ആവുന്നത്. ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഈ പ്രവണത ആശാസ്യകരമല്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും.